400 വർഷത്തെ നിശബ്ദത. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന ബൈബിൾ പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുകയുണ്ടായി പഴയ നിയമത്തിൽ അവസാനത്തെ പുസ്തകമായ മലാഖിയുടെ വരാനിരിക്കുന്ന ഏലിയാവുടെ വാഗ്ദാനത്തിൽ അവസാനിച്ചു, അല്ലെങ്കിൽ പ്രവചനത്തിൽ അവസാനിച്ചു. പിന്നെ 400 വർഷം നിശബ്ദത. യവന ലോകം വന്നു, ആ ഭാഗം മൊത്തവും കീഴടക്കി. അതിനുശേഷം അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അപ്പർ ഈജിപ്തിൻ്റെ ഒരു സ്ഥലത്ത്, ദൈവത്തിൻ്റെ വചനം എബ്രായ ഭാഷയിൽ നിന്ന് യവന ഭാഷയിലേക്ക്, ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. അതിനെ സെപ്റ്റ്യുഗൻ്റ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ നമ്മൾ കാണുകയുണ്ടായി ഒരു റോമൻ അംബാസിഡർ, ഒരു യവന രാജാവിനെ വന്ന് മണലിൽ ഒരു വൃത്തം വെച്ച് അപമാനിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ആ ഒരു യവന രാജാവ് അതിൽ കൊണ്ട് അപമാനം സഹിക്കാൻ വയ്യാതെ അയാൾ യെരുശലേം ദേവാലയത്തിൽ വന്ന് അതിനെ ഡെസക്രേറ്റ് ചെയ്യുകയും അവിടെ ഒരു പന്നിയെ വന്ന് യാഗം കഴിക്കുകയും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നു ജൂഡസ് മാക്കബിയസ്, അല്ലെങ്കിൽ ജൂഡസ് എന്ന ചുറ്റിക വന്ന് യെരുശലേമിനെ തിരിച്ച് പിടിക്കുകയും അവിടെ തിരികൊളുത്തുകയും അവിടെ ഒരു ഉത്സവം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അതുവരെ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് കാണാം. അടുത്ത കുറച്ച് വർഷങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ജൂസിൻ്റെ ഓരോ പട്ടണത്തിലും ഇപ്പോൾ സിനഗോഗുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ സിനഗോഗുകളിൽ ഇപ്പോൾ അത് ലോകം മുഴുവനുണ്ട്. ജൂസ് എവിടെയെല്ലാം സ്പ്രെഡായി പോയോ അവിടെയെല്ലാം സിനഗോഗുകളുണ്ട്. ദൈവത്തിൻ്റെ വചനം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴേക്കും, ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴേക്കും ഇത് എല്ലാ സ്ഥലത്തെ സിനഗോഗുകളിലേക്കും പോയി. അവിടെയുള്ള എല്ലാ അധ്യാപകരും ഇത് ആൾക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവവചനം സ്പ്രെഡ് ചെയ്യുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിനഗോഗ്. അത് സിനഗോഗ് സ്ഥാപിച്ച സമയത്ത് അവർക്ക് അത്രയും മനസ്സിലായിരുന്നില്ല ഇതിന് ഇത്രയും റീച്ച് ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ പിന്നെ ഇതെല്ലാം ഓരോ സ്റ്റേജ് സെറ്റിംഗ് ആയിരുന്നു ദൈവവചനം എല്ലായിടത്തും എത്തുവാൻ വേണ്ടി. ഒരു ദിവസം പോളും മറ്റ് അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ ഓരോ പട്ടണത്തിൽ അവർക്ക് കയറി ചെല്ലുവാൻ വേണ്ടി ഈ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. സിനഗോഗുകൾ മാത്രമല്ല, എല്ലാവരുടെയും കയ്യിലില്ല, പക്ഷെ എന്നാലും ആ ഭാഗത്ത് ഒരു യവന ബൈബിളും ഉള്ളത് ഇവർക്ക് ഭയങ്കര ഗുണമായി മാറി. ഇതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് സുവിശേഷം ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇതെല്ലാം ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വഴി ഒരുക്കുകയായിരുന്നു. ഇനി സ്റ്റേജ് മാറുന്നു. ഒരു പുതിയ എംപയർ, ഒരു പുതിയ രാഷ്ട്രം വരുന്നു. സുവിശേഷത്തിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള വേൾഡ് രൂപപ്പെടുകയാണ്. നിശബ്ദത മാറാൻ പോവുകയാണ്. ജൂഡസ് മാക്കബിയസ് ആദ്യത്തെ യുദ്ധവും രണ്ടാമത്തെ യുദ്ധവും കഴിഞ്ഞ് യെരുശലേമിലെ കഴിഞ്ഞ് വീണ്ടും യുദ്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജൂഡസ് മാക്കബിയസ് ഒരു യുദ്ധത്തിൽ അതിനുശേഷം മരിച്ചു പോകുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അത് ഏറ്റെടുക്കുകയാണ്, ആ ഒരു പദവി. അതിനുശേഷം ജോനത്താൻ എന്ന് പറഞ്ഞ സഹോദരൻ, ആ സഹോദരനും അടുത്ത കുറച്ച് യുദ്ധങ്ങളിൽ മരിച്ചു പോകും. പിന്നെ 142 BC വേറൊരു സഹോദരൻ, സൈമൺ എന്ന് പറഞ്ഞ സഹോദരനാണ് യെരുശലേം ദേശത്തിന് പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡൻസ് നേടിക്കൊടുക്കുന്നത്. ഒരു നൂറ്റാണ്ടിന് ശേഷം ആദ്യത്തെ ജൂയിഷ് സെൽഫ് റൂൾ ഉണ്ടാവുകയാണ്. ഈ കുടുംബം ഹാസ്മോണിയൻസ് എന്ന് പിന്നെ അറിയപ്പെടാൻ ആരംഭിച്ചു. ഹസ്മോൻ എന്ന് പറഞ്ഞത് മറ്റത്തായസ് എന്ന് പറഞ്ഞ പുരോഹിതൻ, ജൂദസ് മാക്കബിയസിൻ്റെ പിതാവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായിട്ട് വരും. ഒരു നിമിഷം ദാവീദിൻ്റെ പ്രൗഢിയുള്ള ദിനങ്ങൾ തിരിച്ചു വന്നതുപോലെ അവർക്ക് തോന്നി. പക്ഷെ പിന്നെ സൈമൺ നിയമം തെറ്റിച്ചൊരു കാര്യം ചെയ്യാൻ ആരംഭിച്ചു. അവർ സിംഹാസനവും മഹാപുരോഹിതത്വവും രണ്ടും ഒരു കുടുംബത്തിലേക്ക് എടുത്തു. ദാവീദിൻ്റെ വംശവലിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു രാജാവിൻ്റെ സ്ഥാനം. പുരോഹിതൻ്റെ വർഗം വരേണ്ടത് അഹരോൻ്റെ വംശാവലിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ലീവായ് കുടുംബത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. ജൂദയുടെ കുടുംബത്തിൽ നിന്നാണ് രാജാവ് വരേണ്ടത്. പക്ഷെ ഇവിടെ സൈമൺ വന്നിട്ട് പറയുകയാണ്, രണ്ടും ഇനി നമ്മുടെ കുടുംബത്തിലുള്ളതാകും. സൈമണാണ് ആദ്യമായിട്ട് സെൽഫ് ഡിക്ലെയർ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് രാജാവും ഞാൻ തന്നെയാണ് മഹാപുരോഹിതനും എന്ന് സ്ഥിരീകരിക്കുകയാണ്. കുറച്ച് തലമുറകൾ കൊണ്ട് മാക്കബീസിൻ്റെ പേരക്കുട്ടികൾ യവന വസ്ത്രങ്ങൾ ധരിക്കാൻ ആരംഭിച്ചു, യവന പേരുകൾ എടുക്കാനും ആരംഭിച്ചു. അവരുടെ മുത്തച്ഛൻ മരിച്ചു പോരാടിയ അതേ രാജാവിനെ പോലെ പെരുമാറാൻ അവർ തുടങ്ങി. ആ ഹാസ്മോനിയൻ റൂളേഴ്സിൽ ഒരാളായിരുന്നു ജോൺ ഹെറിക്കാനസ്. ജോൺ ഹെറിക്കാനസ് ബെത്ലഹേമിലെ പുൽത്തട്ടി വരെ പ്രതിധ്വനിക്കുന്ന ഒരു കാര്യം ചെയ്തു. അവൻ ഇഡൂമിയ എന്ന നാട് കീഴടക്കി. ഈഡോമൈറ്റ്സിൻ്റെ നാടാണത്. യാക്കോബിൻ്റെ സഹോദരനായ ഈശോവിൻ്റെ പിൻഗാമികളാണ് ആ ഈഡോമിൻ്റെ നാട്ടിൽ വസിച്ചിരുന്നത്. അവൻ
ആ ജനത മുഴുവൻ ബലമായി ജുഡായിസത്തിലേക്ക് മാറ്റി. അവരെ പരിച്ഛേദനയെ ഏൽപ്പിച്ചു ജുദായിസിലേക്ക് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ അവസരമുള്ളൂ എന്നുള്ള രീതിയിൽ അവർക്ക് താക്കീത് നൽകി അവരെ യഹൂദരാക്കുകയും ചെയ്തു. ആ പേര് ഓർത്തു വെക്കണം, ജോൺ ഹെറിക്കാനസ് അല്ല, ഈഡോമൈറ്റ്സ്. കാരണം ബലമായി മതം മാറ്റപ്പെട്ട ഈഡോമൈറ്റ് കുടുംബത്തിൽ നിന്നാണ് ജൂസിൻ്റെ ഇനി ഭാവിയിലേക്ക് ഒരു രാജാവ് വരാൻ പോകുന്നത്. അയാളുടെ പേര് നമുക്ക് പിന്നെ കാണാവുന്നതാണ് ഈ വീഡിയോയിൽ. 400 വർഷത്തെ നിശബ്ദതയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സുവിശേഷത്തിൻ്റെ പേജസ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പുകൾ അവിടെ നിന്നാണ് ഫോം ആയത്. ഫരീഷന്മാർ, ഫാരിസീസ്, സാദ്യുസീസ്, എസ്സീൻസ് ആൻഡ് സെലറ്റ്സ്. ഇവരൊന്നും പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. എല്ലാം ഇപ്പോൾ ജനിച്ച 4 ഗ്രൂപ്പുകളാണ്. അവരെല്ലാവരും ജനിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടാണ് ഈ ഗ്രൂപ്പ്സ് ഫോം ആയത്. ഇതുപോലൊരു ലോകത്ത് നമ്മൾ എങ്ങനെ വിശ്വസ്തരായിരിക്കാം? ഇതിന് ആ 4 കൂട്ടരും പല പല ഉത്തരങ്ങൾ കൊണ്ടുവന്നു. അവർ 4 ഗ്രൂപ്പായിട്ട് മാറി. ഫാരിസീസ് പറഞ്ഞത് സാധാരണക്കാരുടെ ടീച്ചേഴ്സായിട്ട് മാറി എല്ലാവരെയും വേദപുസ്തകം പഠിപ്പിക്കണം. അത് ദേവാലയത്തിൽ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. വീട്ടിലും തെരുവിലും എല്ലാവരുടെയും ജീവിതത്തിനെ രൂപപ്പെടുത്തി അവരത് വിശ്വസിച്ചു. അവർ ഉയർപ്പിലും വിശ്വസിച്ചിരുന്നു, ദൂതന്മാരിലും വിശ്വസിച്ചിരുന്നു, വരാനിരിക്കുന്ന മെശയാവിലും അവർ വിശ്വസിച്ചിരുന്നു. അവർ സാധാരണക്കാർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കൂട്ടരായിരുന്നു ഫരീഷന്മാർ, ഫാരസീസ്. ഹസിദീം എന്ന് പറഞ്ഞ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു കൂട്ടം ആൾക്കാരെ പറ്റി പറയുന്നു, ഒരു കൺസർവേറ്റീവ് ഗ്രൂപ്പ്. അതിൽ നിന്ന് വന്നവരാണ് ഫാരസീസ്. അതിൽ നിന്ന് വന്നവരാണ് എസ്സീൻസും. എസ്സീൻസ് കുറച്ച് എക്സ്ട്രാ കൺസർവേറ്റീവ് ഗ്രൂപ്പായിട്ട് മാറിയവരാണ്. സാദ്യുസീസ് നേരെ വിപരീതമാണ്. അവർ ഒരു പുരോഹിത പ്രഭുക്കന്മാരായിട്ട് നിന്നവരാണ്. അവർ ധനികരായിരുന്നു, അവർ ശക്തരായിരുന്നു, അവർ ദേവാലയത്തിൻ്റെ ഹൈ പൊസിഷൻസിൽ ഇരിക്കുന്നവരായിരുന്നു, ഭരണത്തിലുള്ളവരുമായിട്ട് സന്ധി ചെയ്തു. അവർ മോശ എഴുതപ്പെട്ട നിയമം മാത്രമേ അക്സെപ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ഉയർപ്പ് അവർ റിജക്റ്റ് ചെയ്തു, അവരതിൽ വിശ്വസിച്ചിരുന്നില്ല. ദൂതന്മാരിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ അവരെപ്പോഴും യേശുവുമായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യുന്നതും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്സീൻസ് എല്ലാം കണ്ട് മതിയായ ഒരു കൂട്ടമായിരുന്നു. പ്രീസ്റ്റ്ഹുഡ് മലിനമായി, പ്രീസ്റ്റും പുരോഹിതവർഗവും രാജകീയവർഗവും ഒരുമിച്ചെടുത്ത് അവരോട് വെറുപ്പ് തോന്നി. ടെമ്പിൾ മുഴുവൻ അൺക്ലീൻ ആണെന്ന് അവർ പറയാൻ ആരംഭിച്ചു. അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവരെന്നിട്ട് ജെറുസലേം ഇസ്രായേൽ വിട്ട് മരുഭൂമിയിലേക്കും മലകളിലേക്കും പോയി. ഡെഡ് സീക്ക് അടുത്ത് കുമ്രാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവരവിടെ പോയി സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. അവരവിടെ പോയിട്ട് വേദപുസ്തകം കോപ്പി ചെയ്യുകയും അത് അവരുടെ ജനറേഷൻസ്, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിനെ മാത്രം പഠിപ്പിക്കുകയും ദൈവം വന്ന് ദേവാലയം ശുദ്ധീകരിക്കും, അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മാറി സെൽഫ് ഹീലിങ്ങും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ഡിസിഷനോടെ അവർ മാറി. ഇനി ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, അതാണ് സെലറ്റ്സ്. ഇവർ വാളുകൊണ്ട് റോമിനെ തോൽപ്പിക്കുന്ന ആഗ്രഹിച്ചൊരു കൂട്ടമാണ്. യേശുവിൻ്റെ ഡിസൈപ്പിൾസിൽ ഒരാളുണ്ട്, സൈമൺ ദ സെലറ്റ്. മലയാളത്തിലെ വേദപുസ്തകത്തിൽ തീക്ഷ്ണവാദി അല്ലെങ്കിൽ എരിവുകാരനായ ശീമോൻ, അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്. മറ്റത്തായസ്, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട മറ്റത്തായസ് എന്ന് പറഞ്ഞ ആ പുരോഹിതൻ ഒരു യഹൂദനെ കൊല്ലുന്ന ഒരു രംഗവും രാജാവിൻ്റെ ഒരു സൈനികനെ കൊല്ലുന്ന ഒരു രംഗവും നമ്മൾ കാണുകയുണ്ടായി. ആ ഒരു സമയത്ത് മറ്റത്തായസ് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളോടും ദൈവത്തിൻ്റെ കവനൻറ്റിനോടും തീക്ഷ്ണതയുള്ളവർ ഇറങ്ങി വരുവാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം സെലറ്റ്സ് ഫോം ആയെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ചിലപ്പോൾ സെലറ്റ്സ് ആ ഗ്രൂപ്പിൽ നിന്ന് വന്നതായിരിക്കാം. ഇനി ഈ 4 കൂട്ടത്തിൽ ഒരു അത്ഭുതകരമായ ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറിയിലേക്ക് പോകുന്നതാണ്. ദൈവത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ ഡിസ്കവറിയിലേക്ക് പോകുന്നത് ഒന്നാണ്. 1947 ഒരു ആട്ടിടയൻ ആടുകളെ മേയ്ക്കുമ്പോഴേക്കും, ഡെഡ് സീ ഭാഗത്ത് മേയ്ക്കുമ്പോഴേക്കും ഒരാട് മിസ്സിങ് ആവുകയും അയാൾ ചിന്തിച്ചു അതൊരു ഗുഹയിലാണ്. ആ ഗുഹയിലേക്ക് കല്ലെറിഞ്ഞ്, പക്ഷെ അവിടെ നിന്ന് ഒരു പാത്രം പൊട്ടുന്ന ശബ്ദം കേട്ടു. ആ ഭരണികൾ തുറന്നു നോക്കിയപ്പോഴേക്കും അവിടെ കുറേ ചുരുളുകൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പിന്നെ ബാക്കിയുള്ളവരെ അറിയിക്കുകയും അവർ വന്ന് റിസർച്ച് ചെയ്യുകയും അവർക്ക് മനസ്സിലായി ഇതാണ് ഡെഡ് സീ സ്ക്രോൾസ് എന്ന് ഇപ്പോൾ വിളിക്കുന്നത്.
ഇത് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം എന്ന് പറയാൻ കാരണം 1947 ഇത് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും പഴയ പൂർണ്ണ എബ്രായ പഴയ നിയമ മാനുസ്ക്രിപ്റ്റ്സ് ഏകദേശം 1000 AD യിലുള്ളതായിരുന്നു. ഡെഡ് സ്ക്രോൾസ് വന്നപ്പോഴേക്കും ഏകദേശം 125 BC-യിൽ ഈ എസീൻസ് കോപ്പി ചെയ്തപ്പെട്ട സ്ക്രോൾസ് ആണ് ലഭിച്ചത്. അവിടെ നിന്ന് ഒരു ഐസയുടെ സ്ക്രോൾ കിട്ടിയിരുന്നു. 1000 വർഷം പഴയതാണ്. നമ്മൾക്ക് അത് 1947 മുമ്പ് ഉണ്ടായിരുന്നത് തന്നെ 1000 വർഷം പഴക്കം. അതിനും 1000 വർഷം മുമ്പ് പഴക്കമുള്ളതായിരുന്നു ഇത്. ആ ഒരു ഐസയുടെ സ്ക്രോൾ അവർ, ബാക്കിയുള്ള പുസ്തകങ്ങളുണ്ട്, ഐസയുടെ സ്ക്രോൾ അവർ തുറന്ന് നോക്കിയപ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ബൈബിളിലെ ഐസയുമായി വാക്കിന് വാക്ക് താരതമ്യം ചെയ്തപ്പോൾ 1000 വർഷത്തെ പകർത്തി എഴുതലിലൂടെ അത് മാച്ചായി. ഓരോ സ്പെല്ലിങ്ങും ഒരുപോലെയല്ല, പക്ഷെ മെസ്സേജും ടെക്സ്റ്റും പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ടായിരുന്നു ആ രേഖകളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ വേദപുസ്തകം അത് പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ടായിരുന്നു. 400 വർഷത്തെ ആ നിശബ്ദതയിൽ ഒരു മരുഭൂമി ഗുഹയിൽ ദൈവം രേഖകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്കൊരു തെളിവിന് വേണ്ടി അത് പുറത്തു വന്നു. വിശ്വാസം പുതുക്കുവാൻ വേണ്ടി അത് പുറത്തു വന്നു. വേദപുസ്തകത്തെ എത്രത്തോളം ഒത്തൻറ്റിക് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് അത് നമുക്ക് കിട്ടി. അതിന് എസീൻസ് ആണ് കാരണക്കാർ. ഇതായിരുന്നു ആ 4 കൂട്ടർ: ഫാരസീസ്, സാദുസീസ്, എസീൻസ് ആൻഡ് സെലറ്റ്സ്. ഇസ്രായേലിൻ്റെ ആ പ്രശ്നങ്ങളിലൂടെ ഒരു ചോദ്യത്തിൽ നിന്ന് ഉളവായ 4 ഗ്രൂപ്പുകൾ. ഇസ്രായേലിൻ്റെ ഭീഷണി പുറത്തുനിന്ന് അല്ലായിരുന്നു, അത് ഉള്ളിലെ ഭിന്നതയും കൂടെ ആയിരുന്നു. ഹാസ്മോനിയൻ കുടുംബത്തിൻ്റെ ആ ഒരു വേ ഓഫ് റൂളിംഗ്, ഭരിച്ചിരുന്ന രീതി കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ അവസാനിക്കാൻ പോകുന്നത് നല്ലൊരു കാര്യത്തിലല്ല. ഒരു അഭ്യന്തര യുദ്ധം അവരുടെ ഇടയിലുണ്ടായി. 2 സഹോദരന്മാർ, ജോൺ ഹെറിക്കാനസിൻ്റെ സന്തതികളിൽ വരുന്ന 2 സഹോദരന്മാർ, ഹൈറിക്കാനസും അരിസ്റ്റോബുലസ് എന്ന് പറഞ്ഞ 2 പേരും സിംഹാസനത്തിന് വേണ്ടി പോരാടി. ഇരുവരും ഒരു മാരകമായ തെറ്റ് ചെയ്തു. അവർ റോമിനോട് അത് തീരുമാനിക്കാൻ ആവശ്യപ്പെട്ടു. റോം സന്തോഷത്തോടെ വന്നു അതിൻ്റെ ഏറ്റവും വലിയ ജനറലിനെ അയച്ചു. ഈ സമയത്തേക്ക് റോം ബാക്കിയുള്ള ഭാഗങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്റ്റ്, സിറിയ, പേർഷ്യ എല്ലാം കീഴടക്കിക്കൊണ്ടുവരികയാണ്. പോംപേ ദ ഗ്രേറ്റിനെ തന്നെ റോം അയക്കുകയാണ് യെരുശലേമിലേക്ക്. പോംപേ ദ ഗ്രേറ്റ് വന്നപ്പോഴേക്കും ഒരു കൂട്ടർ ഗേറ്റ്സ് അടച്ചു കളഞ്ഞു യെരുശലേമിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി. പക്ഷെ പോംപേ യെരുശലേമിൽ ഒരു ഉപരോധനം ചെയ്തു, ഒരു സീജ് ചെയ്തു, ചുറ്റി വളഞ്ഞു. ഈ 2 ലോകങ്ങളുടെയും കൊളിഷനെ കുറിച്ച് എല്ലാം പറയുന്ന ഒരു ഡീറ്റെയിൽ ഇതാണ്: പോംപേ കണ്ടെത്തി ജൂസ് സാബത്തിൽ യുദ്ധം ചെയ്യില്ല. ആക്രമിക്കപ്പെട്ടാൽ അവർ ഡിഫെൻഡ് ചെയ്യും, പക്ഷേ വിശുദ്ധ ദിവസത്തിൽ ആയുധമെടുത്ത് അവർ ഒഫെൻസീവായിട്ടുള്ള വാർ ചെയ്യില്ല, അവരെതിർത്ത് യുദ്ധം ചെയ്യില്ല. അതുകൊണ്ട് പോംപേ ഇത് അവർക്കെതിരെ ഉപയോഗിച്ചു. എല്ലാ ശബത്തിലും ജൂസ് വിശ്രമിച്ച് ആക്രമിക്കാതിരുന്നപ്പോൾ അവൻ്റെ സോൾജേഴ്സ്, പോംപേയുടെ സോൾജേഴ്സ് ശാന്തമായി ആ സീജ് റാംസ്, ആ പാതകൾ പണിത് ആ കിടങ്ങുകൾ നിറച്ച് അവർ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ മതിലുകൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യെരുശലേമിൻ്റെ പട്ടണത്തിനടുത്തേക്ക്. എതിർപ്പില്ലാതെ തന്നെ അവർക്ക് വരാൻ സാധിച്ചു, കാരണം എല്ലാവരും ശബത്തിന് വിശ്രമിക്കുമായിരുന്നു. ശബത്ത് തോറും റോമൻസ് അടുത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞു വന്നു. ഒടുവിൽ മതിലുകൾ വീണു. അതിനെ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രകാരൻ ഭയങ്കര ഹൃദയഭേദകമായ ഒരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത്: റോമൻ വാളുകൾ വെട്ടി വീഴ്ത്തുമ്പോഴും പ്രീസ്റ്റ് അവിടെ ഡെയിലി സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുരോഹിതന്മാർ അവരുടെ എന്നും ചെയ്യേണ്ട യാഗങ്ങൾ അവർ അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരണത്തിലും ദൈവത്തിൻ്റെ ശുശ്രൂഷ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചു. പിന്നെ പോംപേ ആ ജനതയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു. അവൻ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിലുള്ള കർട്ടൻ മാറ്റിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുകയാണ്. അവിടെ മഹാപുരോഹിതൻ മാത്രമേ കയറാൻ പാടുള്ളൂ, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കയറാൻ പാടുള്ളൂ. അതൊരു ഉത്സവത്തിലാണ്, പാപപരിഹാര ദിവസം. സാങ്ച്വറി, സമാഗമന കൂടാരത്തെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബൈബിൾ പഠന പരമ്പരയുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ഇനിയും കുറേ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയും ചെയ്യുകയാണ്. അത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പോയി കാണാം. അങ്ങനെ പോംപേ അതിവിശുദ്ധ സ്ഥലത്ത് കയറുകയും അവൻ അവിടെ അത് ശൂന്യമായി കണ്ടു. അവിടെ ഒരു ബിംബവുമില്ല, ഒരു സ്റ്റാച്ചുവുമില്ല. റോമൻ കണ്ണുകൾക്ക് അത് മനസ്സിലാകാൻ സാധിച്ചില്ല, കാരണം അവരെപ്പോഴും എല്ലായിടത്തും ഐഡൽസ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
പക്ഷെ ആന്റിയോക്കസിനെ പോലെ ആ വ്യക്തി അത് നശിപ്പിച്ചില്ല, അല്ലെങ്കിൽ അവിടെ ഒരു പന്നിയുടെ യാഗമോ റോമറുടെ ഒരു വർഷിപ്പോ അങ്ങനെയൊന്നും നിർബന്ധിച്ചില്ല. അവർ ജ്യൂസിനെ അവരുടെ രീതിയിൽ തന്നെ അനുവദിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നോക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം, അലക്സാണ്ടർ ചെയ്തതുപോലെ. പക്ഷെ ടാക്സ് അടയ്ക്കണം, റോമിന് വേണ്ടി നിങ്ങൾ ടാക്സ് അടയ്ക്കണം. നിങ്ങൾ ഇനി റോമിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. റോമാണ് ഇനി ഭരിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് 63 BC ഈ നാട് നൂറ്റാണ്ടുകളോളം പിന്നെ റോമാണ് ഭരിക്കുന്നത്. റോം ഇനി ഹാസ്മോണിയൻസിനെ വിശ്വസിച്ചിരുന്നില്ല. ജോൺ ഹെറിക്കാനസും അവരാരെയും വിശ്വസിച്ചിരുന്നില്ല. എല്ലാത്തിനും ഉപരി റോമിനോട് ലോയലായ ഒരു കിങ് വേണമായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ ഇഡൂമിയൻ കുടുംബത്തിൽ നിന്ന് അത് അയാൾ കണ്ടെത്തി. ഹെറോദ് എന്നൊരാൾ. കുറച്ച് തലമുറകൾക്ക് മുൻപ് ജോൺ ഹെറിക്കാനസ് ബലമായി ജുഡായിസത്തിലേക്ക് മാറ്റിയവർ. അതുകൊണ്ട് ഹെറോദാസ് മതം കൊണ്ട് ജൂവും രക്തം കൊണ്ട് ഇഡോമൈറ്റുമായിരുന്നു. അവൻ്റെ സ്വന്തം ജനം അതൊരിക്കലും മറന്നില്ല. 37 BC അവനൊരു റോമൻ ആർമിയുടെ പിന്തുണയിൽ യെരുസലേമിലേക്ക് കയറി അവസാനത്തെ ഹാസ്മോണിയൻ റോയൽ ഫാമിലിനെയും അവൻ നശിപ്പിച്ചു. ആന്റിയോക്കസിൻ്റെ കീഴിൽ എന്ന പോലെ ആ വിശുദ്ധ മഹാപുരോഹിത ആ ഒരു വർഗം, ആ ഒരു പൊസിഷൻ വീണ്ടും ഒരു പൊളിറ്റിക്കൽ ടൂളായി മാത്രം മാറി. ഹെറോദിന് ഇഷ്ടമനുസരിച്ച് അയാൾ ഹൈ പ്രീസ്റ്റിനെ മാറ്റുകയും വെക്കുകയും ചെയ്യുന്നു. റോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടുമ്പോഴേക്കും അയാളത് ഹൈ പ്രീസ്റ്റ് ആക്കും, ഹൈ പ്രീസ്റ്റ് അല്ലാതെ ആക്കും. ഇതാണ് നമുക്ക് പുതിയ നിയമത്തിലെ ഹൈ പ്രീസ്റ്റ് മിക്കവരും ഈ ഒരു ഹെറോദ് പ്ലേസ് ചെയ്തവരും അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസിലൂടെ വന്നവരായിരുന്നു. ലീവായുടെ കുടുംബത്തിൽ നിന്നുള്ള ആ ഒരു ആചാരമെല്ലാം ഇപ്പോഴേക്കും മാറിപ്പോയിരുന്നു. ഇതൊരു പുതിയ രാഷ്ട്രമായിരുന്നു. ഹെറോദിന് ഒരു ഗുണമുണ്ടായിരുന്നു. ഹി വാസ് എ ബ്രില്യൻറ്റ് ബിൽഡർ. ഒരു വലിയൊരു ബിൽഡറായിരുന്നു. സിസേറ എന്ന് പറഞ്ഞ് വലിയൊരു ഹാർബർ പോർട്ട് സിറ്റി ജെറുസലേമിലും പണിതു കൊടുക്കുകയുണ്ടായി. അത് പിന്നെ നശിച്ചു പോയി. പിന്നെ മസാഡ എന്ന് പറഞ്ഞ് ഒരു മലകളുടെ മേളിൽ ഒരു കോട്ടയും പണിത് വെച്ചിരുന്നു. നാടെങ്ങും കൊട്ടാരങ്ങളും കോട്ടകളും പണിയുകയും ചെയ്തു. ഏറ്റവും വലിയ അയാളുടെ നേട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് യെരുസലേമിലെ ടെമ്പിൾ പൂർണ്ണമായി റീബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. പുരാതന ലോകത്തിലെ ഒരു അത്ഭുതമായി തന്നെയായിരുന്നു യെരുസലേം ദേവാലയം. അപ്പോൾ സുവിശേഷങ്ങളിൽ യേശു ദേവാലയത്തിൽ വന്ന് പഠിപ്പിക്കുന്നതും മേശകൾ മറിച്ചിടുന്നതും യെരുസലേമിനെ ഓർത്ത് കരയുന്നതും അത് ഹെറോദിൻ്റെ ടെമ്പിളാണ്. മറുവശത്ത് ഹെറോദ് ഒരു സംശയരോഗമുള്ള ഒരു ക്രൂരനായ ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. ഒരു എതിരാളിയെ പേടിച്ച് അവൻ സ്വന്തം ഭാര്യയെയും പല മക്കളെയും വധിച്ചു കളഞ്ഞു. കാരണം ഭാര്യ ഹാസ്മോനിയൻ ആയിരുന്നു. അപ്പോൾ അതിലൂടെ വരുന്ന രാജാവ്, അതിലൂടെ വരുന്ന മക്കള് പിന്നെ അയാളുടെ പദവി എടുക്കും എന്നുള്ള പേടിയിൽ അയാൾ ഭാര്യനെയും മക്കളെയും കൊന്നു കഴിഞ്ഞു. അയാൾക്ക് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു. ഒരു സമയത്ത് ഈവൻ അഗസ്റ്റസ് സീസർ, ജൂലിയസ് സീസറിൻ്റെ അനന്തരാവകാശിയായിട്ട് വരുന്ന മക്കളല്ല, പക്ഷെ പിന്നെ ആ സീസർ എന്ന് പറഞ്ഞ പദവി എടുക്കുന്നതാണ് അഗസ്റ്റസ് സീസർ. ആ വ്യക്തി ഒരു സമയത്ത് പറയുകയുണ്ടായി ഹെറോദിനെ പറ്റിയിട്ട്, ഹെറോദിൻ്റെ വീട്ടിലെ ഒരു പന്നിയാവുന്നതാണ് സേഫർ ഹെറോദിൻ്റെ മകനായിട്ട് ജനിക്കുന്നതിനേക്കാളും. ജീവിതത്തിൻ്റെ അവസാനത്തിൽ അയാൾ ഒരു കാര്യം കൂടെ ചെയ്തു. ഹെറോദ് ദൈവത്തിൻ്റെ ദേവാലയത്തിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ മുകളിൽ ഒരു വലിയ സ്വർണ്ണ ഈഗിളിനെ സ്ഥാപിച്ചു. റോമിൻ്റെ ചിഹ്നമായിരുന്നു ഈഗിൾ. അപ്പോൾ വിശ്വസ്തർക്ക് അത് വിശുദ്ധ ഭവനത്തിലെ വിഗ്രഹാരാധനയായിരുന്നു. അതുകൊണ്ട് 2 ബഹുമാന്യരായ ദൈവത്തിൻ്റെ കൽപ്പനകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരുടെ ശിഷ്യന്മാരെ ഇത് പറഞ്ഞ് അവർക്കത് ദേഷ്യം കയറി അവർ വന്ന ഈഗിളിനെ വലിച്ച് താഴെ ഇടുകയും ഹെറോദിൻ്റെ പ്രതികരണം ഭയങ്കര ക്രൂരമായിരുന്നു അവർക്കെതിരെ. അവൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയൊരു അവസരം പോലെ അവൻ ആ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും അവരെ ജീവനോടെ കത്തിച്ചു കളയുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കറിയാം ജീവിത അവസാന ഭാഗങ്ങളിൽ അയാൾ ഭയങ്കര ടെൻഷൻ ആവാൻ കാരണം ഇത് തന്നെയായിരുന്നു. ബെത്ലഹേമിൽ ഒരു പുതിയ രാജാവ് ജനിച്ചു എന്ന് കേട്ടപ്പോഴേക്കും അവൻ എന്താ ചെയ്തതെന്നുള്ളത് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഈ ഒരു സംശയരോഗവും പേടിയും തൻ്റെ സ്ഥാനം വേറെ ആരെങ്കിലും എടുക്കുമോ എന്നുള്ളൊരു ഭയത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെറോദ്. ഇനി റോം ചെയ്തൊരു കാര്യം പറയാം. കാരണം ഇത് നേരെ പുൽത്തൊട്ടിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് കുറച്ച് പുറകിലേക്ക് പോകണം. പോംപെ 63 BC യെരുസലേമിനെ കീഴടക്കിയെന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം പോംപെ തിരിച്ച് റോമിൽ പോയപ്പോഴേക്കും പോംപെയും ജൂലിയസ് സീസറും തമ്മിൽ ഒരു സിവിൽ വാർ ഉണ്ടാകുകയും പോംപെ തോറ്റുപോവുകയും ചെയ്യും. പക്ഷെ അതിനുശേഷം നമുക്കറിയാം സീസറിൻ്റെ കഥ. ബ്രൂട്ടസ് സീസർ വധിക്കപ്പെടുകയാണ്. അവൻ്റെ അവകാശിയായിട്ട് അടുത്തത് ഒക്ടേവിയൻ അടുത്ത സീസറിലേക്ക് വരികയാണ്. ഒരു ചെറുപ്പക്കാരനായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം റോമിനെ അടുത്തൊരു ലെവലിലേക്ക് തന്നെ കൊണ്ടുപോയി.
അതൊരു പുതിയ ടൈറ്റിലും എടുത്തു അദ്ദേഹം. അഗസ്റ്റസ് സീസർ എന്ന് പറയുകയുണ്ടായി. ആദ്യത്തെ റോമൻ എംപററായിട്ട് അഗസ്റ്റസ് സീസർ സ്ഥാപിക്കപ്പെടുകയാണ്. അഗസ്റ്റസ് സീസർ ഒരു നീണ്ട സമാധാനകാലം റോമിന് കൊണ്ടുവന്നു. പാക്സ് റൊമാന എന്നാണ് അതിനെ പറയുന്നത്, റോം ഇൻ പീസ്. സുരക്ഷിതമായ റോഡുകൾ അയാൾ സ്ഥാപിച്ചു എല്ലായിടത്തേക്കും. ഒരു കോമൺ ലാംഗ്വേജ് അപ്പോൾ ഉണ്ടായിരുന്നു, ഗ്രീക്ക്. എല്ലാവരും അത് സംസാരിച്ചുകൊണ്ടിരുന്നു. സ്പെയിൻ മുതൽ സിറിയ വരെ ഒരേ ഗവൺമെൻറ്. ഈ എംപററാണ് മെസ്സിയ ജനിക്കണമെന്ന് പ്രൊഫസി പറഞ്ഞ കൃത്യസ്ഥലത്തേക്ക് ഒരു കാർപ്പൻ്ററിനെയും അവൻ്റെ ഗർഭിണിയായ ഭാര്യയെയും നീക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ കൊടുത്തത്. ഇത് ലൂക്കോസിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ആ കാലത്ത് റോമാ സാമ്രാജ്യം മുഴുവൻ ഒരു സെൻസസ് എടുത്തു, ഒരു ജനസംഖ്യ കണക്കെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പേര് വഴി കണക്കിലിടാൻ വേണ്ടിയിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എടുക്കണമെന്ന് സീസർ അഗസ്റ്റസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവരും രജിസ്റ്റർ ചെയ്യാനായിട്ട് സ്വന്തം പട്ടണത്തിലേക്ക് പോയി. അങ്ങനെ ജോസഫും ഡേവിഡിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോയി. റോമിലെ ഒരു എംപറർ ഒരു ടാക്സ് ഡോക്യുമെൻറ്റിൽ ഒപ്പിട്ടു അറിയാതെ അവനെ ദൈവപുത്രനെ ബെത്ലഹേമിലേക്ക് കൊണ്ടുപോയി. ആ 400 വർഷങ്ങളിൽ ദൈവം ശാന്തമായി ബിൽഡ് ചെയ്തത് എന്താണെന്നൊന്നും നമുക്ക് പിന്നോട്ട് നോക്കാം. അലക്സാണ്ടർ സ്പ്രെഡ് ചെയ്തു ഗ്രീക്ക് ഭാഷ. ഇപ്പോൾ എല്ലായിടത്തും, ഈജിപ്റ്റ് മുതൽ റോം വരെ എല്ലായിടത്തും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നുണ്ട്. ഒരു ദിവസം സുവിശേഷം എല്ലാ നേഷനോടും പ്രസംഗിക്കാൻ വേദപുസ്തകം സെപ്റ്റ്യൂഗൻ വേർഷനിലേക്ക്, ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു. ഇപ്പോൾ ബാബിലോൺ മുതൽ ഇറ്റലി വരെ സിനഗോഗുകളിലെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സെപ്റ്റ്യൂഗൻ ബൈബിൾ അവിടെയുണ്ട്. ലോകത്തിന് മനസ്സിലാക്കുന്ന ഒരു ഭാഷയിൽ മെസ്സിയായുടെ പ്രവചനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. റോമൻ റോഡുകളോ സാമ്രാജ്യത്തിൻ്റെ എല്ലാ കോണിലേക്കും നീണ്ടു. ഗലീലയിൽ നിന്ന് 12 പേര് ഒരു ദിവസം നടക്കാനുള്ള റോഡുകൾ. സിനഗോഗ് 400 വർഷങ്ങളിൽ ജനിച്ച ഇപ്പോൾ എല്ലാ ജൂയിഷ് പട്ടണത്തിലും ഓരോ എംപയറിനും ഇല്ലാതാക്കാൻ പറ്റാത്തൊരു വിശ്വാസം എല്ലാവർക്കും നൽകുകയും ചെയ്തു. എല്ലാ ശബത്തിലും അവർ ഇപ്പോൾ ആ വാക്കുകൾ ചൊല്ലി. ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അവരെപ്പോഴും മക്കളോട് എബ്രഹാം, മോസസ്, ഡേവിഡ് എന്നിവരെ കുറിച്ച് പറഞ്ഞു. അവർ ഇപ്പോഴും കാത്തിരുന്നു ആ ഒരു വാഗ്ദത്തിന് വേണ്ടിയിട്ട്, മെസ്സയെ കാണുവാൻ വേണ്ടിയിട്ട്, നിശബ്ദത പൊട്ടിക്കുന്ന ആ ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ട്. പിന്നീട് ദേവാലയത്തിലെ ഒരു സാധാരണ ദിവസം അത് സംഭവിച്ചു. സക്രിയ എന്ന വൃദ്ധനായ ഒരു പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തേക്ക് ധൂപം കാട്ടാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അവനും ഭാര്യ എലിസബത്തും വൃദ്ധരായിരുന്നു, മക്കളില്ലായിരുന്നു. അവൻ ഒറ്റയ്ക്ക് അകത്തേക്ക് കടന്നു. ധൂപപീഠത്തിന് അരികിൽ ഒരു ദൂതന് നിൽക്കുന്നത് കണ്ടു. ജീവിതകാലം മുഴുവനും ശുശ്രൂഷിച്ചിട്ടും ഇതുപോലെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ആ ദൂതൻ സംസാരിച്ചു. 400 വർഷത്തെ നിശബ്ദത തകർത്തുകൊണ്ട് ദൂതൻ സംസാരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 17 വരെ വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13ഉം 17-ാമത്തെ വാക്യങ്ങളും നമുക്ക് വായിക്കാം. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന പേരിടണം. 17-ാമത്തെ വാക്യം, അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും നടക്കും. ഏലിയാവുടെ ആത്മാവിലും ശക്തിയിലും. കേട്ടോ, പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ വാഗ്ദാനം, മലാക്കിയുടെ ആ ഒരു വാഗ്ദാനത്തിൽ പറയുന്നത് ഏലിയാവ് വരുമെന്നായിരുന്നു. ഇപ്പോൾ ഒരു ദൂതൻ ദേവാലയത്തിൽ ഉറക്കെ ഉത്തരം നൽകുകയായിരുന്നു ആ ഒരു പ്രവചനത്തിൻ്റെ ഉത്തരമായിട്ട്. യേശു തന്നെ പിന്നീട് യോഹന്നാനാണ് വരാനിരിക്കുന്ന ഏലിയാവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൂതൻ വന്നു, നിശബ്ദത തീർന്നു. 6 മാസത്തിന് ശേഷം ഒരു സാമ്രാജ്യം ഓർക്കാത്ത ഒരു ഗ്രാമത്തിൽ അതേ ദൂതൻ വീണ്ടും വരികയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയ എന്നൊരു യുവതിയുടെ അടുത്ത്, മേരി എന്ന യുവതിയുടെ അടുത്ത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേര് വിളിക്കണം. അവളിൽ നിന്ന് നിത്യതയിലൂടെ പ്രതിധ്വനിക്കുന്ന വാക്കുകൾ തിരിച്ച് റെസ്പോൺസായിട്ട് വരികയാണ്. 38-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി,
നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. നിശബ്ദത വെറുതെ മാറിയില്ല, അതിനൊരു ഉത്തരവും ലഭിച്ചു. യേശു വരുന്നു. 400 വർഷം 4 സാമ്രാജ്യങ്ങൾ ഉയർന്നു വീണു. പുരോഹിത വർഗം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലെത്തി. ഒരു ദേവാലയം മലിനമാക്കി ആ ദേവാലയം വീണ്ടും പുനർസ്ഥാപിച്ചു, പുനർപണിതു. ഒരു ജനത എല്ലായിടത്തും ചിതറിപ്പോയി. ഒരു വഴിയൊരുങ്ങി. ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറി. എല്ലാം ഓരോ കഷ്ണവും ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിലേക്ക് ചൂണ്ടി. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സ്വന്തമായി ഒരു നിശബ്ദതയിലൂടെ ഒരു കാലം എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ലഭിക്കുന്നില്ലല്ലോ, എല്ലാം ശാന്തമാണല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ, ഈ 400 വർഷങ്ങളുടെ പാഠം ഓർക്കുക. ദൈവത്തിൻ്റെ നിശബ്ദത ദൈവത്തിൻ്റെ അസാന്നിധ്യമല്ല. സ്വർഗം മൂകമാകുമ്പോൾ അവൻ പോയിട്ടില്ല, അവൻ വേല ചെയ്യുകയാണ്. ഗലാത്യർ 4:4 ഇങ്ങനെ പറയുന്നു: എന്നാൽ കാലന സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. പഴയ നിയമവും പുതിയ നിയമത്തിൻ്റെ ഇടയിൽ 400 വർഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഈ 2 വീഡിയോയിലായിട്ട് കണ്ടു കഴിഞ്ഞു. മേജറായിട്ടുള്ള എല്ലാ ഇവൻസും നമ്മൾ നോക്കി. ചില ഡീറ്റെയിൽസ് ഉണ്ട്, അത് നമ്മൾ നോക്കിയിട്ടില്ല. ചരിത്രം എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു PDF സമ്മറൈസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അവർക്ക് ഇത് അറിഞ്ഞൂടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും കുറേ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.